ബംഗളൂരുവിൽ നടുറോഡിൽ യുവതിക്ക് നേരെ ലൈംഗികാതിക്രമം. BTM ലേഔട്ടിൽ യുവതിയെ യുവാവ് കടന്നുപിടിച്ചു. CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും പ്രതിയെ പിടികൂടാനാകാതെ പോലീസ്. മുഹമ്മദ് റഹീസ് വിശദാംശങ്ങളുമായി. മുഹമ്മദ്, പോലീസിന്റെ അന്വേഷണം തുടരുന്നുണ്ടോ? അനുജ, കഴിഞ്ഞ 4-ാം തീയതി ഉണ്ടായ ഒരു സംഭവത്തിന്റെ ഒരു അതിക്രമത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. പക്ഷേ നാളെ ഇതുവരെ പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ബംഗളൂരു പോലീസ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതിന് ശേഷം ഒരു പ്രത്യേക അന്വേഷണ സംഘത്തിനെ നിയോഗിച്ച് അന്വേഷണം തകൃതിയായി നടക്കുന്നുണ്ടെന്നാണ് അറിയിക്കുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം നടത്തി സംശയം തോന്നിയ പലരെയും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു. പക്ഷേ ഇപ്പോഴും പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. ഈ പെൺകുട്ടി സ്വമേധ്യ ഈ ഒരു കേസിൽ പരാതി നൽകിയിട്ടില്ല. കുട്ടിയിൽ നിന്ന് കൃത്യമായ മൊഴി ലഭിക്കുന്നില്ല എന്നും പോലീസ് പറയുന്നുണ്ട്. ദൃശ്യങ്ങളിൽ കാണാം, ഈ കുട്ടിയെ ഏറെ നേരമായി ശല്യം ചെയ്ത് 2 പെൺകുട്ടികൾ നടന്നു വരുന്നു. അപ്പോൾ ഈ കുട്ടിയെ ഏറെ നേരമായി ശല്യം ചെയ്താണ് ഒരു യുവാവ് പുറകെ വരുന്നത്. അതിനുശേഷം പെട്ടെന്ന് കടന്നു പിടിച്ച് ഓടി മറയുകയായിരുന്നു. ഇവർക്ക് എതിർവശത്ത് നിന്നും ചിലർ വരുന്നത് കണ്ടാണ് പെട്ടെന്ന് ഓടി മാറിയത് എന്നുകൂടിയുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഇയാളെ ആർക്കും ഇതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. പെൺകുട്ടിയിൽ നിന്നും മൊഴി ലഭിച്ചിട്ടില്ല എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്തായാലും എപ്പോഴും ആളുകളുള്ള ഒരു ഇടത്ത് വെച്ചിട്ടാണ് ഈ കുട്ടിക്ക് നേരെ ഒരു ലൈംഗിക അതിക്രമം ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും പ്രതി ഇത്ര നേരമായിട്ടും ഒന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്തതിൽ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട്. സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം വലിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരിനെയും പോലീസിനെയും പ്രതിസ്ഥാനത്ത് നിർത്തുകയും ചെയ്യുന്നുണ്ട്. അനുജ, ബംഗളൂരുവിലാണ് നടുറോഡിൽ യുവതിയെ കടന്നുപിടിച്ചത്. BTM ലേഔട്ടിലാണ് യുവാവ് കടന്നുപിടിച്ചത്. ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല എന്ന വിവരമാണ് മുഹമ്മദ് റഹീസ് നൽകിയത്.